എണീറ്റ് നിൽക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക, ഇതൊന്നുമില്ല. വാചാവ്യക്രതനോചിതം ലുപ്തക്രിയാ, നാ പോട്ടെ, രാവിലെ കുളിയോ അങ്ങനെയൊക്കെ ഉണ്ടോ, ദേവാരോ അതുമില്ല. ലുപ്തക്രിയാശയ ശുചയെ മാനിനെ ഭിന്നസേതവ അനിച്ഛന്നവധ്യാംബാലാം ശൂദ്രായേവോ ശതിംഗിരം. കണ്ടില്ലേ അവന്റെ ജീവിതം തന്നെ കണ്ടില്ലേ? ശൂദ്രന്മാരുടെ ജീവിതം നയിക്കുന്നവൻ, ഒരു വൃത്തികെട്ടവൻ. പ്രേതാവാസേഷു ഘോരേഷു, പ്രേതങ്ങൾ വസിക്കുന്ന ശ്മശാനങ്ങളിൽ ആരാണിവന്റെ സുഹൃത്ത്? പ്രേതേ ഭൂതഗണേ വൃത അടമതി ഉന്മത്തവ നഗ്നോ. ചിലപ്പം ഡ്രസ്സേ ഉണ്ടാവില്ല. എന്നിട്ട് ഒരു ഡാൻസ് കളിയുണ്ട് ഇവന്. ആരുടെ കൂടെ? ഇവന്റെ കൂട്ടുകാരുടെ കൂടെ. ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കും ചെയ്യും. ചിതാഭസ്മ കൃതസ്നാന, ശരീരം മുഴുവൻ ചിതാഭസ്മം. പ്രേതസംഗ്രസ്തിഭൂഷണ, ആളുകൾ തൊടാൻ അറക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ശിവോപദേശോ ഹ്യശിവോ. നോക്കൂ, ഇവന്റെ ശരീരം മുഴുവൻ, ശരീരം, ഇവന്റെ പേര് തന്നെ ശിവനാണത്രേ. അശിവമല്ലേ, ശവം കൊണ്ടു നടക്കുന്നവനല്ലേ. മത്തോ മത്തജനപ്രിയ, ഉന്മത്തനായി നടക്കുന്നവൻ എന്നെല്ലാം പറഞ്ഞ് നഷ്ടശൗചായ ദുർഹൃദേ ദൈത്താമയാ സാധി. പാവം, എന്റെ പെൺകുട്ടിയുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു, ഇവന് കൊടുക്ക കാരണം, ഒരു തമോ ഗുണി എന്നൊക്കെ പറഞ്ഞ് തന്റെ മരുമകനെ എല്ലാവരുടെ മുന്നിലും വെച്ച് അങ്ങോട്ട് ചീത്ത പറഞ്ഞു. ആര്? ദക്ഷൻ. നിയന്ത്രിക്കാൻ പറ്റിയില്ല. ആ മരുമകനോടുള്ള ദേഷ്യം മുഴുവൻ ആ സഭയിൽ വെച്ച് അങ്ങോട്ട് പ്രകടമാക്കി. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് ഭഗവാനാണെങ്കിലോ വിനിന്ദൈവം സഗിരിശം അപ്രദീപമവസ്ഥിതം ദക്ഷോദായ ഉപസ്പൃശ്യാം ക്രുദ്ധശബ്ദം പ്രചക്രമേ. ഭഗവാനുണ്ടല്ലോ എങ്ങനെയിരുന്നു അത്രേ? അപ്രദീപമവസ്ഥിതം. എങ്ങനെയിരുന്നു? അപ്രദീപം, യാതൊരു വിധത്തിലും പ്രതികരിക്കാതെ മൗനമായിട്ടിരുന്നു. ഭഗവാൻ പൊതുവെ നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് ഭഗവാൻ പരമശിവൻ പെട്ടെന്ന് ദേഷ്യം വരുന്നല്ലേ, കോപിഷ്ഠനാണ്. എന്നാൽ ഭാഗവതത്തിൽ പല സന്ദർഭങ്ങളിലും തന്നെ അപമാനിക്കുമ്പോൾ വളരെ ശാന്തനായിട്ടിരിക്കുന്ന ആളാണ്. ആര്? പരമശിവൻ. അപ്പൊ സ്വാമി നമുക്കും ചീത്ത പറയാൻ പറ്റുമോ? അതല്ല അതിനർത്ഥം. ഭഗവാൻ പരമശിവൻ ഒരു സന്ദർഭത്തിലും യാതൊരു ക്രോധവും കാണിക്കുന്നില്ല, ശാന്തനായിട്ടിരുന്നു. നമ്മൾ ഒരാളെ ചീത്ത പറയുകയാണ്, ചീത്ത പറഞ്ഞിട്ട് അയാൾ ശാന്തനായിട്ടിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ചിലവർക്ക് അപ്പോ ഒന്ന് കൊടുക്കാൻ തോന്നും. ദേഷ്യത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ. ഈ ദേഷ്യം എന്ന് പറയുന്ന സാധനം ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധനം. എപ്പോഴാ അത് പുറത്തു വരിക എന്ന് പറയാൻ പറ്റില്ല. അതെപ്പോ വേണമെങ്കിലും പുറത്തു വരും. എന്ത് അപകടം വേണമെങ്കിലും അതുണ്ടാക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടൊരു സാധനമാണ്, നമ്മൾ ക്രോധം കാണിച്ചിട്ട് പിന്നെ നമുക്ക് കുറ്റബോധം വരാറുണ്ട്. ഇത്രയൊന്നും പറയേണ്ടിയില്ലായിരുന്നു, കാണിക്കേണ്ടിയില്ലായിരുന്നു, ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ അല്ലേ. പലരും അതിനെക്കൊണ്ടാണ് ഉപദ്രവം, അപകടം ഉണ്ടാക്കാറ്. നമ്മൾ അറിയുന്നില്ല. പെട്ടെന്നുള്ള നമ്മുടെ ടെമ്പർ ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മളെ മാറ്റിയെടുക്കും. ഇതാ നല്ലൊരു മനുഷ്യൻ, എത്രയോ കഴിവുള്ള, എത്രയോ പ്രാപ്തിയുള്ള, എത്രയോ ശക്തിയുള്ള ആള്, അയാൾ ഇങ്ങനെയായി തീർന്നു. ആ ദക്ഷൻ. ഭഗവത്ഗീതയിൽ ഈ അഹങ്കാരത്തെക്കുറിച്ച് പറയും. ഒരാള് എങ്ങനെയാണ് പോകുന്നത് എന്ന് 16-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. അവിടെ 18-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും, അഹങ്കാരം ഫലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാം മാം ആത്മപരദേഹേഷു പ്രതിഷ്യന്തോഭ്യസൂയകാം. അഹങ്കാരം, നമ്മുടെ ഉള്ളിൽ ഞാനെന്നൊരു ഭാവം, ബലം, ദർപ്പം, കാമം, ക്രോധം, ഇതെല്ലാം ഉണ്ടല്ലോ. ചിലപ്പോഴൊക്കെ മാം ആത്മപരദേഹേഷു, പരദേഹത്തിലിരിക്കുന്ന എന്നെ വേദനിപ്പിച്ചുകൊണ്ട്, അഭ്യസൂയക, മറ്റുള്ളവർക്ക് പോലും വിഷമങ്ങൾ ഉണ്ടാക്കി തീർക്കും എന്ന് പറയാണ്. ആ ഒരു അവസ്ഥയിലായി ആര്? ദക്ഷൻ. എന്നിട്ടോ പരമശിവൻ മിണ്ടാതിരുന്നു. അത് കണ്ടപ്പോഴോ ഒന്നുകൂടി കോപം വന്നു. ക്രുദ്ധ ശപതും ശബ്ദം പ്രചക്രമെ, ശപിക്കാൻ നിശ്ചയിച്ചു. എന്താ ശാപം? അയം തു ദേവയജന ഇന്ദ്രോപേന്ദ്രാദിഭിർഭവാം സഹഭാഗ്യം ഭാഗം നലവതാം ദേവൈ ദേവഗണാധമ. ഇനിമേലാൽ ഒരു യാഗത്തിലും ഇവന് അർഹതപ്പെട്ട സ്ഥാനവും ഇവന് അർഹതപ്പെട്ട അവകാശവും കിട്ടാതെയാവിപ്പോട്ടെ. അതായത് ഒരു യാഗത്തിലും ഇനി ആരെ വിളിക്കരുത്? ശിവൻ. പോരെ? ശിവന് വളരെ സന്തോഷം, ഇനി എവിടെയും പോകണ്ടല്ലോ എന്ന്, കൈലാസത്തിൽ തന്നെ ഇരുന്നാ മതിയല്ലോ എന്ന്. ഇവിടെ എങ്ങനെ ഒരു ശാപം കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കോപം കൊണ്ട് ഇറങ്ങിപ്പോവാൻ നിശ്ചയിക്കുകയാണ്. നിഷിദ്യമാന സദസ്സമുഖ്യൈ ദക്ഷോഗിരിത്തായ വിസജ്ജാപം തസ്മാൽ വിനിഷ്ക്രമ്യ വിബുദ്ധമന്യോ ജഗാമ ഗൗരവ്യ നിജം നികേതനം. ഇപ്രകാരം അവിടുന്ന് കോപത്തോടുകൂടി ഇറങ്ങാൻ നേരത്ത്
മറ്റൊരാൾ അവിടെ എണീറ്റു എന്ന് പറയണം. ഇതെല്ലാം കണ്ടിട്ട് സഹികെട്ടുകൊണ്ട് പരമശിവനെ ശപിക്കുന്നതിലുള്ള വേദന കൊണ്ട് പെട്ടെന്ന് ചാടി എണീക്കണു. വിജ്ഞായ ശാപം ഗിരിശാനുഗാഗ്രണീ നന്ദീശരോ രോഷകഷായ ദൂഷിത ദക്ഷായ ശാപം വിസർജദാരുണം ഏ ചാന്യമോദം തദവാച്യുതാം അച്യുതം ദ്വിജാം. പറയുന്നു, അവിടെ വെച്ചിട്ട് ദക്ഷായ ശാപം വിസർജ, ഭയങ്കര ദേഷ്യം കൊണ്ട് ദക്ഷനെ കൊണ്ട് ശപിച്ചു കളഞ്ഞു. ആര്? നന്ദീശ്വര സ്വാമി. ഇനി നന്ദീശ്വര സ്വാമി, നന്ദീശ്വരൻ ആരാണ്? പരമശിവന്റെ വാഹനമാണ്, പ്രൈവറ്റ് സെക്രട്ടറി എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ഗംഭീര ശാപം അദ്ദേഹത്തിന്റെ വക. എന്തൊക്കെയാണ് ശാപം? വളരെ നല്ല ശാപങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഭാഗവതത്തിൽ ഏറ്റവും നല്ല ശാപമാണ് ഈ നന്ദീശ്വരന്റെ ശാപം. വളരെ രസകരമാണ് അദ്ദേഹത്തിന്റെ ശാപം. പറയാണ്, ഈ ഏവം അത്യമുദ്ദേശ്യ ഭഗവത്യ പ്രതിദ്രുഹി ദുഹിത്യജ്ഞ പ്രതിദൃഷ്ടി തത്വതോ വിമുഖോ ഭവൽ. ഈ ശിവനെ ദ്രുഹിതി നിന്ദിച്ച, ഭഗവാന്റെ മഹിമ അറിയാതെ ഭഗവാനെ ഭേദബുദ്ധിയോടുകൂടി പ്രതിദൃഷ്ടിയോടുകൂടിയിട്ട് അപമാനിച്ച ഇവൻ തത്വതോ വിമുഖോ ഭവൽ. ഇവന്റെ മനസ്സ് എതിലേക്ക് തിരിയരുത്, ജീവിത തത്വത്തിലേക്ക് ഒരിക്കലും തിരിയരുത്. എന്നിട്ടോ പിന്നെ പറയണ, ഗൃഹേഷു കൂടധർമ്മേഷു, ഇവൻ കുടുംബജീവിതം നന്നായിട്ട് ആസക്തനായി തീരട്ടെ. ഗ്രാമി സുഖേച്ഛയ, ഇന്ദ്രിയ സുഖങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവട്ടെ. കർമ്മതന്ത്രം വിനത്, ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. വേദവാദ വിപന്യതി, അവന്റെ ബുദ്ധി ഒരിക്കലും വേദത്തിലേക്ക് പോകരുത്. ബുദ്ധ്യ പരാപിതായിന്യ, പിന്നെ ഇവന്റെ മനസ്സ് ഒരുപാട് കാര്യങ്ങളിലേക്ക്, മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വേണം. വിസ്മൃത ആത്മഗതി, ആരെ മറക്കണം? ആത്മഗതി മറക്കണം. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല. സ്ത്രീകാമോ, ധാരാളം സ്ത്രീകൾ ഉണ്ടാവട്ടെ. അസ്തിത്വരാം ദക്ഷോ ഭസ്തമുഖോചിരാൽ, ഇനി കൂടുതൽ കാലം വൈകാതെ ഇവന് ഭസ്തമുഖോ ഉണ്ടാവട്ടെ. എന്താ ഭസ്തമുഖം? ഭസ്തമുഖം എന്ന് പറഞ്ഞാൽ ആടിന്റെ തല ഇവന് ഉണ്ടാവട്ടെ. മുഖം എന്ന് പറഞ്ഞാൽ തലയുണ്ടാവട്ടെ അധികം വൈകാതെ. വിദ്യാ ബുദ്ധിരവിദ്യായം കർമ്മമയ്യാമസോജട, ഇവന് യഥാർത്ഥ ബുദ്ധി ഉണ്ടാവാതെ അവിദ്യകളൊക്കെ, അതായത് ഇവൻ ആചരിക്കുന്നൊക്കെയാണ് ശരി എന്നുള്ളത് ഇവന് തോന്നട്ടെ. സംസരന്തീഹജാമം അനോ സർവാവമാനിനാം, ഇങ്ങനെ ഇവൻ സംസാരത്തിൽ കിടന്ന് ഉഴലട്ടെ, ഇവനെ പിന്തുടരുന്നതും ഉഴലട്ടെ എന്നൊക്കെ അങ്ങോട്ട് ശപിച്ചു കഴിഞ്ഞു എന്നാണ്. സർവപക്ഷ, ഇവൻ നോൺ വെജിറ്റേറിയൻ കഴിക്കട്ടെ. അപ്പൊ അങ്ങനെയാണത്ര ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർ വന്നത്. ആര് ശപിച്ചിട്ട്? നന്ദീശ്വര സ്വാമി ശപിച്ചിട്ട്. ഇവരൊക്കെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാവട്ടെ. സർവപക്ഷോ ദിജാവൃത്തി ദ്രവിദ്യാതപോ വൃതാം വിത്തദേഹേന്ദ്രിയാരാമ യാചകാ വിചരന്തി, സുഖത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നവനായി തീരട്ടെ എന്നൊക്കെ ശപിച്ചു കളഞ്ഞു. ഇതൊക്കെ അങ്ങോട്ട് കണ്ടതും അവിടുന്ന് സഹിച്ചില്ല. ശിവൻ ആകെ ശപിക്കണേ ഈ ദക്ഷന്റെ ആളുകളെ മുഴുവൻ. അപ്പോഴേക്കും അവിടെ ഭൃഗു എന്ന് പറയുന്ന ആളായിരുന്നു പ്രധാന ഋത്തിക്, ഈ ഹോമകർമ്മങ്ങൾ ചെയ്തിരുന്ന ആള്. അദ്ദേഹം അവിടുന്ന് വേറൊരു ശാപം കൊടുത്തു. എന്താണത്? ശിവന്റെ ആളുകളൊക്കെ പാഖണ്ഡന്മാരാവട്ടെ. അതെന്ത് ഖണ്ഡന്മാരാണ്? പാഖണ്ഡന്മാര്. കുളി ഉണ്ടാവരുത്, മര്യാദയ്ക്ക് പല്ല് തേക്കരുത്, രാവിലെ തന്നെ ഭസ്മവും പൂശി അങ്ങനെ ശിവഭക്തന്മാരായിട്ട് വലിയ രുദ്രാക്ഷമാലയും കഴുത്തിലിട്ടുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ശാസ്ത്രവിധി പ്രകാരമല്ലാതെ ജീവിക്കുന്നവരൊക്കെ വിശന്തു ശിവദീക്ഷായം തത്ര ദൈവം സുരാസുരം, ലേശം സുരാസുരൊക്കെ കഴിക്കുന്നവര്, ശിവഭക്തന്മാരൊക്കെ ലേശം മദ്യമൊക്കെ കഴിക്കുന്ന അങ്ങനെയുള്ളവരായിട്ട് ഇങ്ങനെയാവട്ടെ. ബ്രഹ്മബ്രാഹ്മണാശ്ചൈവ യതിയൂയം പരനിന്ദിത സേതും വിധാരണം പുംസാ മതപ്പാകണ്ഡമാശ്രിത, ധർമ്മമാചരിക്കുന്ന ശാസ്ത്രത്തെയൊക്കെ കളിയാക്കുന്ന ഒരു വിഭാഗമായി മാറട്ടെ എന്ന് കളിയാക്കിയതാണ്. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ ഭാരതം മുഴുവൻ സഞ്ചരിച്ചാൽ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇന്നും നമ്മുടെ കേരളത്തിലൊക്കെ കുറവാണ്, പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ഈ എന്താണ്, ശിവഭക്തന്മാരെന്ന് പറയുന്ന ശൈവന്മാരിപ്പോഴും ഉണ്ട്, വൈഷ്ണവന്മാരിപ്പോഴും ഉണ്ട്. ഒരു ഓർത്തഡോക്സ് വൈഷ്ണവന്മാരുണ്ട്, അവർ ഭസ്മമേ തൊടില്ല. ഇനി ശൈവന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവരൊരിക്കലും ചന്ദനം തൊടില്ല. ഇപ്പോഴും ഈ 2009 ഇതൊക്കെ പറഞ്ഞാൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തി നോക്കുന്നു കാര്യങ്ങള്. അങ്ങനെയൊക്കെയുണ്ട് ഭാരതത്തിൽ ഇപ്പോഴും. അതൊക്കെ എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ശാസ്ത്രം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അവർക്ക് ശിവനും വേറെയാണ്, വിഷ്ണു ഒക്കെ വേറെയാണ്. കഥയിലേക്ക് കൂടുതൽ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഇപ്രകാരമൊക്കെ ശപിച്ച് അവിടെ നിന്ന് പിന്നീട് പരമശിവനും പോയി, എല്ലാവരും അവിടുന്ന് പോയി. ഏതായാലും യാഗമൊക്കെ കഴിഞ്ഞു. ഇനി ഭൂമിയിൽ യാഗമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യാഗം നടക്കണമെങ്കിൽ ആര് വേണം? ശിവൻ വേണം. പക്ഷെ ശിവനില്ലാത്ത യാഗം നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടി, ഇനി വല്ല അപകടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. ആരും യാഗം ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ അപ്പോഴാണ് ബ്രഹ്മാവ് ഈ ദക്ഷനെ ഒന്ന് പ്രൊമോട്ട് ചെയ്തത്.
അയാൾക്ക് പ്രജാപതികളുടെ ഹെഡായിട്ടുള്ള സ്ഥാനം കൊടുത്തു. അപ്പൊ അല്ലെങ്കിൽ ഇയാൾക്ക് ഹെഡില്ല. എന്നിട്ട് ഇയാൾക്ക് ഒന്നുകൂടി ഒരു സൂപ്പർ ഹെഡ് കൊടുത്തപ്പോ ഇയാൾക്കൊരു തോന്നല്, എന്നാൽ ഞാൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ശിവനില്ലാതെയും ഒരു യാഗം നടക്കുമെന്ന് ഞാനൊന്നങ്ങോട്ട് തെളിയിക്കാം. അങ്ങനെ ശിവനില്ലാതെ യാഗം നടക്കുമെന്ന് തെളിയിക്കാൻ അദ്ദേഹം ബൃഹസ്പതീസവം എന്ന് പറയുന്നൊരു യാഗം നടത്താൻ നിശ്ചയിച്ചു. ആദ്യമായിട്ട് ശിവനില്ലാത്ത യാഗം ആര് നടത്തി? ദക്ഷനാണ് നടത്താൻ പോകുന്നത്. എല്ലാവരെയും വിളിച്ചു വരുത്തി. 3-ാമത്തെ അധ്യായത്തിൽ നമുക്കതാണ് കാണാൻ സാധിക്കുക. ഇഷ്ടാസവാജപേന ബ്രഹ്മിഷ്ടാനഭിഭൂയജ ബൃഹസ്പതീസവം നാമ സമാരേഭേ ക്രതുത്തമം തസ്മിൻ ബ്രഹ്മർഷയ സർവേ ദേവർഷി പദദേവതാം ആസൻ കൃതസ്വസ്തിയനാൽ തൽപഗ്ന്യസ്യ സബർത്തുകാം. എല്ലാ ദേവന്മാരും ഋഷീശ്വരന്മാരും എല്ലാവരും ക്ഷണിക്കപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. തതുപശ്രുത്യ തപസി ഗേജരാണം ബദൽപദം. എങ്ങനെയാ അവരൊക്കെ വരുന്നത്? ദേവന്മാരൊക്കെ എങ്ങനെയാ വരുന്നത്? ചെറിയ ചെറിയ വിമാനത്തിലാ. ഇവർക്കൊക്കെ അന്ന് പ്രൈവറ്റ് വിമാനമുള്ളവരായിരുന്നു. ആര്? ദേവന്മാരൊക്കെ. നമ്മുടെ ഭാരതത്തിൽ ഒന്നിനൊരു കുറവില്ലല്ലോ. ഈ റൈറ്റ് സഹോദരന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ദേവന്മാര് വിമാനം കൊണ്ട് നടന്നിട്ടുണ്ടെന്ന്. അപ്പൊ ദേവി ഇങ്ങനെ നോക്കുമ്പോണ്ട് നല്ല മുല്ലപ്പൂവിന്റെ വാസന, പെർഫ്യൂമൊക്കെ അടിച്ചിരിക്കണു, നല്ല കാഞ്ചീപുരം ബനാറസ് സാരി കൊടുത്തിരിക്കണു. ദേവിമാരുടെ കഴുത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാഗപട്ടം, ഒരുപാട് ആഭരണങ്ങളുണ്ടല്ലോ. പല ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരൊക്കെ അങ്ങനെ പല ആഭരണങ്ങളൊക്കെ അണിച്ച് രത്നവിഭൂഷിതകളായിട്ട് അങ്ങനെ പോകുന്നത് കണ്ടപ്പോ ദേവി രാവിലെ പല്ല് തേക്കാൻ ഇറങ്ങിയതായിരിക്കാം. ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന്. അറിഞ്ഞില്ലേ ദേവിയുടെ പിതാവ് മഹത്തായ ഒരു യാഗം നടത്തണോ, ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇതാ ഞങ്ങൾ ഓരോരുത്തരും പോവുകയാണ്. അവിടെ കുറെ പേര് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടപ്പോ ദേവി കേട്ടപ്പം ദേവിക്കൊരു വിഷമം. എന്താവോ പിതാവ് പറയാതിരുന്നത്? എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി, നമ്മളെ മാത്രം ക്ഷണിച്ചു വരുത്തിയില്ല. സതീദാക്ഷായണീ ദേവി പിതൃയജ്ഞമഹോത്സവം വ്രജന്തി സർവതോ ദൃഗ്ഭ്യ ഉപദേവവരസ്ത്രീയാം വിമാനയാനാ സപ്രേഷ്ടാം നിഷ്കണ്ഠീ സുവാസസാം. ആ ദേവിക്ക് വലിയൊരു അച്ഛന്റെ യാഗത്തെക്കുറിച്ചൊക്കെ മനസ്സിൽ വന്നപ്പോ ദേവിക്കൊരു വിചാരം, എത്ര കാലായി അവിടുന്ന് പോന്നിട്ട്, അമ്മയെയും അച്ഛനെയും ഒക്കെ കണ്ടിട്ട് എത്ര കാലായി. എനിക്കാണെങ്കിൽ സഹോദരിമാരെയൊക്കെ ഒന്ന് കാണണമെന്ന് മോഹമുണ്ട്. അവരുടെ ഭർത്താക്കന്മാര്, അവരുടെ കുട്ടികള്. എനിക്കാണെങ്കിൽ കുട്ടികളും ഇല്ല. എന്താ നമുക്കും പോയിക്കൂടെ, നമുക്ക് പോവാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനോട് ചെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പ്രജാപതസ്തേ ശ്വശുരസ്യ സംഭ്രതം നിരൂപിതോ യജ്ഞമഹോത്സവക്കിലാം വയം ച തത്രാഭിസരാമവാമദേ യദ്യർത്തിദാമീ വിപുതാ വ്രജന്തി. എന്റെ പിതാവായിരിക്കുന്ന ദക്ഷൻ പ്രജാപതേ തേ ശ്വശുരസ്യ, അവിടുത്തെ ഭാര്യയുടെ പിതാവും കൂടിയാണല്ലോ, അമ്മായിയപ്പനും കൂടിയാണല്ലോ, ശ്വശുരനാണല്ലോ. അദ്ദേഹം ഒരു യജ്ഞമഹോത്സവത്തിലാണ്. നമ്മളും അവിടെ എത്തിച്ചേരണ്ടല്ലേ. വയം ച തത്രാഭിസരാമവാമദേ യദത്തിദാമി വിബുധാ വ്രജന്തി. ഈ ശരീരം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതല്ലേ എനിക്ക്. ദേവകളൊക്കെ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രിയായിരിക്കുന്ന ഞാനും ഭർത്താവായിരിക്കുന്ന അങ്ങും അതിൽ പങ്കെടുക്കേണ്ടതല്ലേ. അതുകൊണ്ട് തസ്മിൻ ഭഗിന്യോ മമ ഭർത്തഭിസ്വകൈ ധ്രുവം ഗമിഷ്യന്ത സുഹൃദക്ഷമാ അഹം ച തസ്മിൻ ഭവദാഭികാമയേ സഹോപനീതം പരിവർഗമർഹിതം. എന്റെ സഹോദരിമാരെയും അവരുടെ ഭർത്താക്കന്മാരെയൊക്കെ ഭഗിന്യോ മമ ഭർത്തഭി സ്വകൈ, ബന്ധുക്കളെയും എന്റെ അമ്മയെയൊക്കെ കാണാൻ എനിക്ക് വലിയൊരു മോഹമുണ്ട്. അതുകൊണ്ട് നമ്മളും അവിടെ എത്തിച്ചേർന്ന് അവരെയൊക്കെ ഒന്ന് കണ്ട് അവരിൽ എന്റെ ആഗ്രഹമൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം. അതുകൊണ്ട് തത്രസ്യോമേനനുഭർത്ത സംവിധാം മാതൃഷു പിന്നതിയം ച മാതരം ത്രക്ഷേചിരോത്കണ്ഠ മനാമഹർഷ്യീയുന്നീയമാനം ച മിടാതുരധ്വജം. അമ്മയൊക്കെ കണ്ടിട്ട് നേരെ നാളായില്ലേ. അതുകൊണ്ട് എന്റെ മനസ്സും അമ്മയെ കാണാൻ കൊതിക്കുന്നു, അമ്മയ്ക്കും എന്നെ കാണണമെന്ന് കൊതിയുണ്ടായിരിക്കും. എന്ന് മാത്രമല്ല ആ യജ്ഞവും ആ യജ്ഞത്തിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് അനുഗ്രഹീതരായിട്ട് പോരാലോ. അതുകൊണ്ട് അങ്ങ് തയ്യാറാവൂന്ന്. ആര് പറയുന്നതൊക്കെ? സതി ഭർത്താവായിരിക്കുന്ന പരമശിവനോട് പറയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് അനുഗ്രഹിക്കണം. ഒരുപക്ഷെ അങ്ങയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നൽ വന്നേക്കാം. എന്താ തോന്നല്? ക്ഷണിക്കാതെ നമ്മൾ പോകുന്നത് ശരിയാണോ എന്ന്. അങ്ങനെയാണല്ലോ പൊതുവെ തോന്നുക. അതുകൊണ്ട് കഥം സുതായാ പിതുഗേഹ കൗതുകം നിശമ്യദേഹസ്വരവര്യലംഗതേ
അനാഹുത അപ്യഭിയന്തി സൗഹൃദം ഭർത്തൃഗുരോ ദേഹഹൃദശ്ചകേതനം കഥം സുതായാം. നമ്മളെ അനാഹുത ക്ഷണിക്കപ്പെട്ടിട്ടില്ലോ എന്നിങ്ങനെ കരുതിക്കൊണ്ട് അങ്ങ് കഥം സുതായ പിതൃഗേഹ കൗതുകം. അച്ഛന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മഹത്തായൊരു കാര്യം നടക്കുമ്പം അങ്ങനെ നമ്മളെ വിളിക്കാതിരുന്നു എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ, ഒരു അച്ഛന്റെ വീട്ടിൽ നടക്കുന്ന കാര്യത്തിൽ മകള് പോയിട്ടില്ലെങ്കിൽ അതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ? ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അച്ഛനും അമ്മയൊക്കെ നമ്മൾ ക്ഷണിക്കേണ്ടതുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല. നമ്മൾ പോവേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് അവിടുന്ന് എനിക്ക് തന്മേ പ്രസീദേതമർത്യവഞ്ചിതം കർത്തും ഭവൻ കാരുണ്യോപദാർഹതി തയാത്മനോർദേഹ അപ്രചക്ഷുഷ നിരൂപിതാമാമനുഗൃണാണയാജിതാം. അതുകൊണ്ട് ഈ യാഗത്തിന് നമ്മൾ രണ്ടുപേരും പോകണം. അതിനവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. തയ്യാറാവൂ, നമുക്ക് ഇവിടുന്ന് വേഗം പോവാം, എന്നെ അനുഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ അങ്ങോട്ട് പ്രേരിപ്പിച്ചു. സതീദേവി വിചാരിച്ചു ഇപ്പൊ അനുവാദം കിട്ടിയെന്ന്. എന്നാൽ ഭഗവാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ഭഗവാൻ അതിനൊരു മറുപടി കൊടുക്കുകയാണ്. ഋഷീരുവാച, പരമശിവൻ മറുപടി കൊടുക്കുകയാണ്. ഏവം ഗിരിത്തപ്രിയാഭിഭാഷിതാം പ്രത്യഭ്യദത്ത പ്രഹസൻ സുഖൽപ്രിയാം സംസ്മാരിതോ മർമ്മവിദക്കുവാകിഷുൻ ജ്ഞാനാഹോ വിസർജനം സമക്ഷതാം. ഇതെല്ലാം കേട്ട് ആ പരമശിവൻ ഇപ്രകാരം പറഞ്ഞു എന്ന് ദക്ഷപുത്രിക്ക് മറുപടി കൊടുക്കുന്നതായിട്ട് ഇവിടെ ഋഷി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? ശ്രീ ഭഗവാൻ വാച ത്വയോദിതം ശോഭനമേവ ശോഭനേ അനാഹുത അപ്യഭിയന്തി ബന്ധുഷു തേ യദ്യനുവാത്പാദിത ദോഷമൃഷ്ടിഷ്ടയോ ബലീയസാനാത്മ്യമഥേന മന്യുനാം. ത്വയോദിതം ശോഭനമേവ ശോഭനേ. ദേവി പറഞ്ഞത് വളരെ ശോഭനമാണ്, നല്ല കാര്യ പറഞ്ഞത്. ദേവി വിളിക്കുന്ന പേരെന്താ അറിയോ? ശോഭനേ, സുന്ദരി. വളരെ നല്ല കാര്യ പറഞ്ഞത്. ദേവി പറഞ്ഞല്ലോ ബന്ധുക്കൾ ക്ഷണിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പോവണം എന്നൊക്കെ. പക്ഷെ ദേവി ഒരു കാര്യം മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ വിളിച്ചാലും അവരൊക്കെ വിളിച്ചാൽ ബലീയസ ആത്മ്യമതേന മന്യുന, ഉള്ളിൽ മതമുള്ള അഹങ്കാരികളായിട്ടുള്ള ചിലരൊന്നും വിളിച്ചാലും പോവാതിരിക്കുകയാണ് നല്ലത്. ഭഗവാൻ പറഞ്ഞു പോവണം എന്നുള്ളത് കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആര് വിളിച്ചാ പോവരുത്? മനസ്സിൽ വല്ല അഹങ്കാര ബോധമുള്ളവരൊന്നും വിളിച്ചാ പോവരുത്. ആരൊക്കെയാണത്? വിദ്യ തപോ വിത്ത വപുർവയക്കുലൈ സദാം ഗുണൈ ഷഡ്ഭിര സത്തമേതരൈ സ്മൃതോഹദായ മൃതമാന ദുർദശ സ്തംദാന പശ്യന്തി ഹിതാമഭൂയസം. വിദ്യ, തപസ്, വിത്തം, വപു, വയസ്സ്, കുലം, ഇങ്ങനെയുള്ളതിലൊക്കെ അഭിമാനമുള്ളവര്, അതായത് ഞാൻ മറ്റുള്ളവരെക്കാളും ഒന്ന് കേമനാണ് എന്ന് തോന്നുന്നവര്, അവര് വിളിച്ചാൽ നമ്മൾ പോവാതിരിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര ആദരവ് കിട്ടിയില്ലെങ്കിൽ, ബഹുമാനം കിട്ടിയില്ലെങ്കിൽ, റെസ്പെക്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു വിഷമം വരും. ആ വിഷമം നമ്മൾ അവിടെ അനുഭവിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സും വേദനിച്ചു. ആ വേദന അവർക്കൊരു ശാപമായി തീരും. അപ്പൊ അത് നമുക്കും ദോഷം, അവർക്കും ദോഷം. എന്തിന് ദേവി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം എന്ന് മാത്രമല്ല, നൈതാദൃശാനം സ്വജനവ്യപേക്ഷയാ ഗൃഹാൻ പ്രതീയാധന വസ്തിതാത്മനം യേ അഭ്യഗാതൻ വക്രതിയാപി ചക്ഷതേ ആരോപിതഭ്രൂമർഷണാക്ഷബി. നാം ചിലരുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ നമ്മളോട് ആദരവ് കാട്ടാത്തവരോടൊക്കെ തിരിച്ചങ്ങോട്ട് പോവാതിരിക്കുക നല്ലത്. കാരണം വക്രതിയാഭിചക്ഷതേ, നമ്മുടെ വക്രദൃഷ്ടി കൊണ്ട് നോക്കുന്ന, ദേഷ്യത്തോടുകൂടി നോക്കുന്ന ആളുകള്, അവരുടെയൊക്കെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ദേവിയുടെ ജീവിതം തന്നെ ചിലപ്പോൾ അപകടത്തിലായി തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന്. അതുകൊണ്ട് ദേവി ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താണത്? പ്രദ്യുൽഗമപ്രസ്ത്രേണാഭിവാദനം വിധീയതേ സാധുമിതസമധ്യമേ പ്രാജ്ഞേ പരസ്മൈ പുരുഷായ ചേതസാ ഗുഹാശയായൈവ നദേഹമാനിനി. നമസ്കാരം, വന്ദനം തുടങ്ങിയിട്ടുള്ളതൊക്കെ ആരുടെ നേരെയാണ് നമ്മൾ കാണിക്കേണ്ടത്? പുരുഷായ ചേതസാ ഗുഹാശേ. ആരെയാ കാണിക്കേണ്ടത്? മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രാജ്ഞേ പരസ്മൈ പുരുഷായ ചേതസാ ഗുഹാശയേ. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവാനെ മാത്രമേ നമ്മൾ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട, വന്ദിക്കേണ്ട ആവശ്യമുള്ളൂ. അതെന്തുകൊണ്ടാണത്? ഈ ശരീരത്തെ വന്ദിക്കേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. ഈ ശരീരത്തിൽ അഭിമാനം കാണിക്കുന്നവരെയും വന്ദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ജഡത്തിനെ അല്ല വന്ദിക്കേണ്ടത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാനെ തന്നെയാണ്. ഭഗവാനെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. ഭഗവാനെ തന്നെയാണ് നമ്മൾ പരമമായി നമസ്കരിക്കേണ്ടതും വിനയം കാണിക്കേണ്ടതും.
എന്നെ സംബന്ധിച്ച് ആ ഭഗവാൻ എന്ന് പറയുന്നത് സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയതേ തത്ര പുമാനഭാവൃത സത്തേജ തസ്മിൻ ഭഗവാൻ വാസുദേവോ ഹി അദോക്ഷജോമീ നമസാ വിധീയതേ. ഏതൊരു സത്വ മനസ്സിലാണോ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ചൈതന്യം പ്രകടമാവുന്നത്, അതെന്നെ സംബന്ധിച്ച് ഭഗവാൻ വാസുദേവോ, ആര് തന്നെയാണ്? വാസുദേവൻ തന്നെയാണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ മനസ്സുകൊണ്ട് ആദരിക്കേണ്ടത്. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന വാസുദേവനെ തന്നെയാണ് മനസ്സുകൊണ്ട് ആദരിക്കേണ്ടത്. അതിവിടെ അവിടെ പോയിട്ട് ആദരിക്കണമെന്നൊന്നുമില്ല, ഇവിടുന്ന് ആദരിച്ചാലും മതി. നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അവരുടെ ഹൃദയത്തിലും ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി ദേവി ഇവിടുന്ന് ആദരിച്ചുള്ളൂ, അവിടെ പോയിട്ടൊന്നും ആദരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഭഗവാൻ പരമശിവൻ ദേവിയെ ഒന്ന് പുറകോട്ട് നയിച്ചു എന്ന് വെച്ചാൽ പോവണ്ടെന്ന് തന്നെ. എന്നിട്ട് പറയാണ്, ഇനിയിപ്പോ ദേവിക്ക് പോയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ യദി വ്രജിഷ്യസ്യതീതായ മദ്വജോ ഭദ്രം ഭവത്യാനതോ ഭവിഷ്യതി സംഭാവിതസ്യ സ്വജനാൽപരോ പരാഭവോ യഥാ സദ്യോ മരണായ കൽപ്പതേ. ഇനി ദേവി ഞാൻ പറയുന്നത് കേൾക്കാതെ വ്രജിഷ്യസി ഇവിടുന്ന് പോയാൽ ഭദ്രം ഭവത്യാനതോ, ദേവിക്കൊരിക്കലും ഭദ്രം ഉണ്ടാവില്ല കേട്ടോ. എന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടല്ല, കാരണം ദേവിക്ക് സ്വജനാൽ പരാഭവോ, സ്വജനങ്ങൾ വേണ്ട വിധത്തിൽ ആദരിക്കില്ലേ ദേവിയെ. ആ സമയത്ത് ദേവിക്ക് മാനസികമായി വിഷമമുണ്ടാവും. എന്തിനേറെ മരണോ മരണായ കൽപ്പതേ, എവിടെ എത്തും? മരണത്തിൽ കലാശിക്കും. അപ്പൊ ജീവിതം തന്നെ തകർക്കാൻ ദേവിയുടെ യാത്ര കൊണ്ട് സാധിക്കും എന്ന് മുൻകൂട്ടി ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? പരമശിവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദേവിക്ക്. ദേവി അതൊന്നും മൈൻഡ് ചെയ്തില്ല. ചിലർക്ക് അങ്ങനെയാണല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് ദേവി പോവാൻ നിശ്ചയിച്ചു. അച്ഛന്റെ അതേ സ്വഭാവം ആർക്ക്? മോൾക്ക്. പോയേ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശി. ശിവനെ വിളിക്കില്ല എന്നുള്ളൊരു വാശി ദക്ഷന്. എന്നാൽ ശിവൻ വിട്ടില്ലെങ്കിലും പോവുന്നുള്ളൊരു വാശി. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾക്ക്. ദക്ഷന്റെ മകൾക്ക് ദക്ഷന്റെ അതേ സ്വഭാവം, അതേ വാശി കിട്ടിയിരിക്കണം. എന്നിട്ട് ആ ദക്ഷന്റെ പുത്രി അവിടുന്ന് അങ്ങോട്ട് പോവാൻ നിശ്ചയിക്കുകയാണ്. ഏതാവതുക്ത വിരരാമശങ്കരാം പത്ന്യംഗനാശം ഹ്യുഭയത്ര ചിന്തയൻ സുഖൃക്ഷോ പരിശങ്കിതാപവാൻ നിഷ്ക്രാമതി നിർവിശതി പിതാസസാം. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ട് ഏതാവതുക്ത വിരരാമശങ്കര, ഭഗവാൻ ശിവൻ എളുപ്പം സാധിക്കുന്ന ഒന്നുണ്ട്. എന്താണത്? പിന്നെ അധികമൊന്നും ഭാര്യ പറയില്ല. ചിലർക്ക് അറിയാത്തൊരു ടെക്നിക്കാണ്. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അപകടമാവുന്നതിന് മുമ്പ് ശരി, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? പോവട്ടെ, പോവണോ പോവണ്ടേ ഒന്ന് ഉറപ്പ് പറയും. ശിവൻ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ട് ശിവന്റെ വീട്ടിലുണ്ടല്ലോ ഒരു പ്രശ്നങ്ങളും ഇല്ല. രാവിലെ ഓരോ വീടുകളുണ്ടല്ലോ ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത് എന്ന്. ഇഡ്ഡലി വേണോ, സാമ്പാർ വേണോ, അതോ ദോശ വേണോ എന്ന്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഇഡ്ഡലി ചുടായിരുന്നില്ലേ എന്ന്. കഴിഞ്ഞു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയുമ്പോൾ അതൊരു വിഷമാണ്. നേരെ മറിച്ച് ശിവനാണെങ്കിലോ എന്താ കിട്ടിയച്ച കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആളെപ്പോഴും മൗനത്തിലാണ്. ശിവൻ മിണ്ടാതിരുന്നു. പാവം അദ്ദേഹത്തിന് മനസ്സിലായി പത്ന്യംഗനാശം, പത്നിക്ക് നാശം എടുത്തിരിക്കണമെന്നും. സുഹൃദൃക്ഷു പരിശങ്കിതാവാൻ നിഷ്ക്രാമതി നിർവിശദീദിദാസസ. ദേഷ്യത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ ഒന്ന് നോക്കിക്കൊണ്ട് ആ ദേവി പോവാണ്. സുഹൃദക്ഷാ പ്രതിഘാത ദുർമനാം സ്നേഹാദ്രുതസ്തുകലാദിവികലാം ഭവം ഭവാന്യ പ്രതിപൂരുഷം രുഷാ പ്രതിക്ഷതീ വൈക്ഷതജാതവേപതോ. ദേഷ്യത്തോടുകൂടിയ ശിവനെ ഒരു നോട്ടം. ആര്? നേരത്തെ ഒരാൾ നോക്കിയല്ലോ, അതേ സ്വഭാവം. ദക്ഷൻ നോക്കിയതുപോലെ മകളും ഒന്ന് നോക്കി. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. ഒന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ഭഗവാൻ തന്റെ കൂടെയുള്ളവർ നന്ദീശ്വരാദികളോടൊക്കെ കൂടെ പോവാൻ പറഞ്ഞു. മോശാവരുതല്ലോ യാത്ര. അങ്ങനെ അവിടുന്ന് പോകുന്ന സമയത്ത് ദേവി തതോ വിനശ്യസ്യ സതീ വിഹായതം ശോകേന രോഷേണ ദൂയതാഹൃതാം പിത്രോരകൽസ്ത്രൈണ വിമൂഢതിർഗൃഹാൻ പ്രേണാപ്നോയേർദ്ധമതൽ സദാം പ്രിയാം. തന്റെ മനസ്സ് മുഴുവൻ വേദനിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയേ പറ്റുള്ളൂ. കാരണം എത്ര കാലമായി അവരൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് പരമശിവനാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചിലർക്കാണെങ്കിൽ വൈഫ് ഹൗസിലേക്ക് പോകാൻ ഒരു മടിയാ.
എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശി വെച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെടുത്തിക്കൊണ്ട് ദേവി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ആ ദേവിയുടെ കൂടെ പാർഷദ, യക്ഷ, മണിന്മാധയ ഇവരൊക്കെ അങ്ങോട്ട് ഇറങ്ങി. ദേവിയത പോകുന്ന സമയത്ത് ഗീതായനെ ദുന്ദുവിശങ്ക വേണുവേർ, മോശാവരുതല്ലോ, പരമശിവന്റെ ഭാര്യയല്ലേ. അങ്ങനെ ദേവിയെ ഇരുത്തിക്കൊണ്ട്, കാളപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് കൊട്ടും വാദ്യവും ഗുരവൊക്കെയായിട്ടാണ് അവര് പോണത്. അവിടെയാണെങ്കിലോ യാഗത്തിന് ബ്രഹ്മാവും വന്നിട്ടില്ല, വിഷ്ണു വന്നിട്ടില്ല. അവര് രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ദേ ശിവനില്ലാത്ത യാഗാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ബ്രഹ്മാവ് പറഞ്ഞു ഐ ആം നോട്ട് ഗോയിങ്. വിഷ്ണു പറഞ്ഞു സെയിം, ഞാനും പോകുന്നില്ല. അവര് രണ്ടുപേരും വന്നില്ല. ഇപ്പൊ ദക്ഷൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് അവര് വരിക എന്നുള്ളത്. അപ്പോഴാണ് ഈ കൊട്ടും കുരവയൊക്കെ കേൾക്കുന്നത്. അങ്ങോട്ട് കടന്നു വരുന്നത് ആരാണ്? വേഷഭൂഷാലങ്കാരത്തോടുകൂടി താമാഗതം തത്രന കസനാദ്രിയൽ വിമാനിതം യജ്ഞകൃതോപയാചനാം ഹൃദേ സുസുർവൈ ജനനിം ച സമാസാദരാം പ്രേമാശു കണ്ഠ്യാ പരിഷസ്സുർമുധാം. ആ ദേവി അങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ന കസനാദ്രിയ, ഒരാളും എണീറ്റില്ല. ദക്ഷൻ ഒരു നോട്ടം നോക്കി. ദക്ഷൻ നോക്കിയതോടുകൂടി ഇവർക്ക് മനസ്സിലായി ആദരിക്കേണ്ടതില്ല എന്ന്. അപ്പൊ ദക്ഷൻ ഒന്ന് എട്ടി നോക്കി, ആ കോന്തനും ഉണ്ടോ എന്ന്. ആര്? തന്റെ അവളുടെ ഭർത്താവ് ഒരുത്തണ്ടല്ലോ, അവനും കൂടെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ അവനില്ല. ദേവിയെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് മാറി നിന്നു. എന്നാൽ ഓടി വന്നു അമ്മയും സഹോദരിമാരും. അവര് ദേവിയെ അങ്ങോട്ട് ആദരിച്ചൊക്കെ കൊണ്ടുപോയി. സൗന്ദര്യ സംപ്രശ്ന സമത്വ വാർത്തയാം മാത്രാചമാദൃശുവിസാധനം ദത്താം സബര്യാം വരമാസനം നാദത്തപിത്ര പ്രതിനന്ദിതാ സതി. അമ്മയും സഹോദരിമാരും ഒരു സ്ഥാനത്തിരുത്തിയെങ്കിലും അച്ഛൻ ആദരിക്കാത്തതിൽ വിഷമം തോന്നിക്കൊണ്ട് അവിടെ ഇരുന്നില്ല ദേവി. മനസ്സിലായി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ആ ദേവി നോക്കി, അരുദ്രഭാഗം നേരെ ചെന്നു നോക്കി, യാഗശാലയിലേക്ക് ചെന്നു നോക്കി. ത്രിമൂർത്തികൾക്ക് സ്ഥാനം വെച്ചതിൽ തന്റെ ഭർത്താവിന് സ്ഥാനമുണ്ടോ എന്ന്, അതുപോലെ തന്നെ യാഗത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് രുദ്രൻ അർഹത വെച്ചിട്ടുണ്ടോ നോക്കി. കാണാൻ സാധിച്ചത് അരുദ്രഭാഗം തമവേക്ഷാദ്വരം പിത്രാചദേവേ കൃതഹേളനം വിഭോ അനാദൃത യജ്ഞ സദസ്യതീശ്വരീ ചുഗോപലോകാനിവ രക്ഷതീരുഷാം. കരുതിക്കൂട്ടി അപമാനിക്കാനാണ് ഈ യാഗം ചെയ്തതെന്ന് ദേവിക്ക് ഒറ്റ നോട്ടം കൊണ്ട് മനസ്സിലായി. അതുകൊണ്ടാണ് എല്ലാവരും മൂകരായിട്ടിരിക്കുന്നത്, ദക്ഷൻ കോപിഷ്ഠനായിട്ടിരിക്കുന്നത്. ദേവിക്ക് ആ ഒരു നിമിഷം മുഖമൊക്കെ മാറി, കണ്ണിലൊക്കെ അങ്ങോട്ട് ദേഷ്യം കൂടി വന്നു. ദക്ഷതീരുഷാം, തന്റെ ചുണ്ടുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അവിടെ വെച്ച് എല്ലാവരെയും നോക്കിക്കൊണ്ട് പണ്ട് ദക്ഷൻ പരമശിവനെ അപമാനിച്ചതുപോലെ തന്റെ അച്ഛനെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ്. പ്രിയാം തഥാ പ്രിയോ ദേഹഭൃതം പ്രിയാത്മന തസ്മിൻ സമസ്താത്മനി മുക്തവൈരകേ ഹൃദേ ഭവന്തം കഥമപ്രദീപയൽ. എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ദേഹഭൃതം പ്രിയ ആത്മന, അങ്ങനെ ഇരിക്കുന്ന ആ പരമശിവനെ എന്ത് കാരണത്താലാണ് അങ്ങ് വൈരം കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെയും വേദനിപ്പിക്കാത്തൊരു പരമശിവനെ കഥമ പ്രദീപയൽ, ഇങ്ങനെ അവിവേകം കൊണ്ട് വേദനിപ്പിക്കേ. ദോഷൻ പരേഷാം ഹി ഗുണേഷു സാധവോ ഗൃണ്ണന്തി ഗേജിന്നപവാദൃശാധിജ ഗുണാഞ്ച ഫൽഗുൻ ബലു ബഹുലീകരിഷ്ണവോ മഹത്തമാസ്തേഷ വിദൽ ഭവാനകം. എല്ലാവരിലും നന്മ മാത്രം കാണുന്ന, ഗുണം മാത്രം കാണുന്ന, തന്നെ ദേഷിക്കുന്നവരിൽ പോലും ഗുണം കാണുന്ന ആ പരമശിവനെയാണല്ലോ അങ്ങിങ്ങനെ ഗുണം കാണാതെ ദേഷം മാത്രം കണ്ടുകൊണ്ട് അങ്ങയുടെ അവിവേകം കാണിച്ചുകൊണ്ട് എന്റെ പരമശിവനെ അങ്ങ് നിന്ദിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. യദ്യക്ഷരം നാമഗിരേരിതം നൃണം സകൽപ്രസംഗാതകമാശിഖന്തിതൽ പവിത്രകൃത്യം തമലംഘ്യശാസനം ഭവാനഹോ ധേഷ്ടി ശിവം ശിവേതര. യദ്യക്ഷരം നാമ, ഈ രണ്ടക്ഷരങ്ങളുണ്ടല്ലോ, ഇത് ശിവശിവ എന്നുള്ള നാമം, അത് ജപിക്കുന്ന ആളുകൾക്ക് അഖം ആശുഹന്തി, അവരുടെ ഉള്ളിലുള്ള സകല പാപങ്ങളും തീരുമെന്നിരിക്കെ അങ്ങനെ പവിത്രമായിരിക്കുന്ന നാമം വഹിക്കുന്ന ആ പരമശിവനെയാണല്ലോ ധേഷ്ടി ശിവം ശിവേതര, ശിവന്റെ മഹിമ മനസ്സിലാക്കാത്ത അങ്ങ് നിന്ദിക്കുന്നത് എന്ന് പറയണം. എത്ര മനോഹരമാണ് നോക്കൂ. ശിവശിവ എன்ற നാമം ഉണ്ടടാ, പാമരനെ നിനക്കതിൽ ഭാരമെന്തടാ. ശിവനാമം ജപിക്കുന്നവനെ ഉണ്ടല്ലോ ധർമ്മരാജൻ വന്ന് കൊണ്ടുപോവില്ല എന്നാണ്. ശിവനെ നാമം ജപിച്ച് കൊണ്ടിരുന്നാൽ ഭഗവാൻ അവരെ കാത്തുരക്ഷിക്കുന്നതാണ്. അവരെ ആര് കൊണ്ടുപോവില്ല? യമരാജൻ കൊണ്ടുപോവില്ല എന്നാണ്.
എന്നാൽ ആ ശിവനെ വിടുന്നവരുണ്ടല്ലോ, കൊണ്ടുപോകുന്നതാണ്, കാലൻ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെയൊക്കെയൊരു ചിന്തകളുണ്ട്. അതുപോലെ പറയാണ് ആ ശിവനെ അങ്ങ് ദ്വേഷിക്കുന്നുവല്ലോ എന്ന്. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് ആ പരമശിവന്റെ കാലുകളെ ധരിക്കുന്ന ഈ മഹാത്മാക്കളും അതുപോലെ തന്നെ ഇവിടെ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഏതൊരു പരമശിവനെയാണോ വഹിക്കുന്നത് ആ പരമശിവനെയാണ് അങ്ങ് നിന്ദിക്കുന്നതെന്ന് അങ്ങ് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ വേണ്ടത് പരമശിവനെ നിന്ദിക്കുന്നവരുടെ അടുത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത്. കർണോ പിതായ നിരയാൽ യഥകൽപ്പൈശേ ധർമാവിദര്യശ്രണിഭിർനിപരസ്യമാനേ ചിന്യാൽ പ്രസഹ്യരുഷതീമസതിം പ്രപുശ്ചേ ജിഹ്വാമസൂന പിതതോ വിസജൽ സധർമ്മ. ദേവി ഒന്ന് കടുത്ത് പറയാണ്, ശിവനെ നിന്ദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ചെവി പൊത്തണം, ഇവിടെ നിൽക്കാൻ പാടില്ല. ഇനി നിന്ദിക്കുന്നവരുണ്ടല്ലോ, നിവൃത്തിയുണ്ടെങ്കിൽ അവരുടെ എന്തരിഞ്ഞു കളയണം, നാവരിഞ്ഞേക്കണം. അച്ഛനോടാ അതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അധസ്തോൽപ്പന്നമിതം കളേപരം നാരയിഷ്യേ ശിരികണ്ഠഹരിഹിന ജഗ്ദസ്യ മേഹാദിവിശുദ്ധിമന്ദസോ ജുഗുപ്സിതസ്യോദ്ധരണം പ്രദക്ഷതേ. അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പന്നമാണല്ലോ എന്റെ ശരീരം. അഴുക്ക് പിടിച്ച ഒരു മനസ്സിൽ നിന്ന്, അങ്ങയുടെ അഴുക്ക് പിടിച്ച മനസ്സിൽ നിന്നുമുണ്ടായ ആ ശരീരത്തിൽ നിന്നുമുണ്ടായ എന്റെ ഈ ശരീരം, ഇത് ഞാൻ ധാരയിഷ്യേ, ഇനി ഞാൻ ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഈ ശരീരം എനിക്ക് വേണ്ട. അതിന് ഇനി ഒരു കാരണം കൂടിയുണ്ട്. അതെന്താണ്? നൈതേന ദേഹേന ഹരേ കൃതാകസോ ദേഹോദ്ഭവേനാമലം കുജന്മനാം പ്രീരാമമാബുൽ കുജന പ്രസംഗത തജ്ജന്മദിക്കോ മഹദാമവദ്യകൾ. ഭഗവാനെ അപരാധിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നും പിറവിയെടുത്തിരിക്കുന്ന ഈ ശരീരം, ഇനി എനിക്ക് ഈ ദേഹം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് ഈ മാനക്കേട് നിന്ന് മാറാൻ പറ്റില്ല. അത്രയും എന്റെ മനസ്സ് വേദനിച്ചു. മഹദാമവദ്യകൾ, ഇതിൽ പരം ഒരു വേദനയില്ല. ഇനി ഞാൻ തിരിച്ചു ചെന്നാലോ അവിടെയും എനിക്ക് വേദനയുണ്ടാവും. ഭഗവാൻ ഒരു പക്ഷെ എന്നെ വിളിച്ചാലോ, എന്താ വിളിക്കുക? ഗോത്രം ത്വദീയം ഭഗവാൻ വിഷദ്വജോ ദാക്ഷായണീത്യാഹേദാ സുധർമ്മന വിവേദ നർമ്മസ്മിതമാശുദ്യഹം വിൽസൃക്ഷയേതൽ കുണപം ത്വതങ്കജം. അങ്ങയുടെ ശരീരത്തിൽ നിന്നുണ്ടായ ഈ ശരീരത്തെ നോക്കിക്കൊണ്ട് ആ പരമശിവൻ എങ്ങാനും എന്നെ വിളിക്കുകയാണ് ദാക്ഷായണി. ദാക്ഷായണി എന്ന് പറഞ്ഞാൽ ദക്ഷന്റെ പുത്രീനെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാനുള്ള കരുത്തില്ല. എനിക്ക് ആ വാക്കിനി കേൾക്കണ്ട, എനിക്കത് ഇഷ്ടമേ അല്ലത്. അതുകൊണ്ട് ഈ ശരീരത്തെ, ഞാൻ അങ്ങ് തന്ന ശരീരത്തെ ഇവിടെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീ മൈത്രേയ ഉവാച ഇത്യദ്ധരേ ദക്ഷമ മനുദ്യ ശത്രുഹൻ ക്ഷിതോവുദീജിം നിഷസാദ ശാന്തവൽ സ്പൃഷ്ട്വാജലം പീതതുകൂല സംവൃത നിമീലതിൽ യോഗപദം